കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ധ്യാനിച്ച വേദഭാഗത്തെ തുടർന്ന് ചില കാര്യങ്ങളൂടെ ഓർപ്പിക്കാനാണ് താല്പര്യപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 44-ാമത്തെ വാക്യം നമ്മൾക്ക് ധ്യാനിപ്പാൻ കർത്താവ് കൃപ ചെയ്തു. നിങ്ങൾ ഈ വാക്ക് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുവീൻ. പ്രധാന വിഷയത്തിൽ നിന്നും ശ്രദ്ധ മാറിപ്പോയ ശിഷ്യന്മാരുടെ ശ്രദ്ധയെ പ്രധാന വിഷയത്തിലേക്ക് കർത്താവ് തിരിക്കുന്ന ഒരു രംഗമാണ്. എന്താണ് പ്രധാന വിഷയം? മനുഷ്യപുത്രൻ മനുഷ്യരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുവാൻ പോകുന്നു. ഇതിൻ്റെ പാരലൽ പാസേജുകൾ മർക്കോസിലും മത്തായിലുമൊക്കെ ഉണ്ട്. ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തെക്കുറിച്ചാണ് അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. പ്രധാന വിഷയം തിരുവെഴുത്തിൻ പ്രകാരം കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. തിരുവെഴുത്തിൻ പ്രകാരം അവിടുന്ന് ഉയർത്തെഴുന്നേറ്റു. കാതലായ പ്രധാനപ്പെട്ട വിഷയങ്ങൾ വിട്ട് നമ്മൾ താൽക്കാലികമായ കാര്യങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന കാര്യത്തെക്കുറിച്ചാണ് കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾക്കൊരുമിച്ച് ഈ വചനങ്ങളെ ആസ്പദമാക്കി നമുക്ക് ചിന്തിക്കുവാൻ ഇടയായി തീർന്നത്. ഇതിനോടുള്ള ബന്ധത്തിൽ ഞാൻ ചില കാര്യങ്ങളാണ് ഇന്ന് സൂചിപ്പിക്കുവാനായിട്ട് താല്പര്യപ്പെടുന്നത്. ഈ ശിഷ്യന്മാർക്ക് 45-ാം വാക്യം പറയുന്ന അവർക്കൊന്നും മനസ്സിലായില്ലെന്നാണ്. അതൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. ആവർത്തിച്ചാവർത്തിച്ച് ക്രൂശിൻ്റെ കാര്യം പറയുന്നത് ശിഷ്യന്മാർക്കും മനസ്സിലാകുന്നില്ല. 44-ാമത്തെ വാക്യം 2-ാം തവണ കർത്താവ് പറഞ്ഞതാണ്. 1-ാം തവണ 9-ന്റെ വാക്യമാണ്. 3-ാം തവണ 18-ാം അധ്യായത്തിൻ്റെ 31 മുതൽ 33 വരെയുള്ള വാക്യങ്ങളാണ്. പക്ഷെ ഈ കാര്യം അവർക്ക് മനസ്സിലാകുന്നില്ല. എന്നാൽ മനസ്സിലാകാത്ത കാര്യം ചോദിക്കണ്ടേ? അതവർ ചോദിക്കാൻ ശങ്കിച്ചുവെന്നാണ്. അവർക്ക് ഭയമായിരുന്നു, അതുകൊണ്ട് അവർ ചോദിച്ചില്ല. കർത്താവായ യേശുക്രിസ്തു മരിച്ചടക്കപ്പെട്ട് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് ഇവരുടെ അടുക്കൽ ചെല്ലുമ്പോൾ അവർക്ക് അന്നേരവും മനസ്സിലായിട്ടില്ല യേശു ഇങ്ങനെ എന്തിനാണ് കഷ്ടം അനുഭവിക്കുന്നത്. കഷ്ടം അനുഭവിച്ച് മരിക്കുന്ന ആൾ ഉയർത്തെഴുന്നേൽക്കുമോ? അവർക്ക് മനസ്സിലാകുന്നില്ല. 9-ാം അധ്യായത്തിൻ്റെ 20-ാം വാക്യത്തിൽ വാസ്തവത്തിൽ കർത്താവിൻ്റെ ഐഡൻറ്റിറ്റി അവർക്ക് വളരെ കൃത്യമായി മനസ്സിലായി എന്നുള്ളതാണ് നമുക്ക് ഗ്രഹിപ്പാൻ കഴിയുന്നത്. ദൈവത്തിൻ്റെ ക്രിസ്തു എന്ന് പത്രോസ് ഉത്തരം പറഞ്ഞു 20-ാം വാക്യത്തിൽ. അപ്പോൾ യേശു ആരാണ്? നസറേനായ യേശു ദൈവത്താൽ അയക്കപ്പെട്ട മശിയ ആണ് എന്ന് അവർക്ക് ബോധ്യമായി. അത് വലിയ കാര്യമാണ് കേട്ടോ. പുരുഷാരം എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചപ്പോൾ പുരുഷാരത്തിന് പ്രവാചകൻ എന്ന വെളിപ്പാടേ ഉള്ളൂ. ചിലർ പറയുന്നു നീ യോഹന്നാൻ സ്നാപകനാണ്, ചിലർ പറയുന്നു ഏലിയാവാണെന്ന്, ചിലർ പറയുന്നു പുരാതന പ്രവാചകന്മാരിൽ ഒരാളാണ്. അപ്പോഴാണ് കർത്താവ് ചോദിക്കുന്നത് നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു. വളരെ കൃത്യമായ വെളിപ്പാടാണ് പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തിൽ പാരലൽ പാസേജിൽ കർത്താവ് പത്രോസ് ഈ പറഞ്ഞ കാര്യത്തെ ശ്ലാഘിച്ചുകൊണ്ട് പറയുകയാണ്, ഇത് ജഡരക്തങ്ങളല്ല, എൻ്റെ പിതാവ് നിനക്ക് തന്ന വെളിപ്പാടാണ്. ഇപ്പം യേശുക്രിസ്തു മശിയയാണ് എന്നുള്ളത് ശിഷ്യന്മാർക്ക് വെളിപ്പെട്ട് കിട്ടി. സാധാരണ അന്നത്തെ ജനത്തെക്കാൾ അവർ വളരെ അഡ്വാൻസാണ്. എന്നാലും ഈ മശിയായുടെ മിഷനെക്കുറിച്ച് വേണ്ട നിലയിൽ അവർക്ക് ബോധ്യമില്ല. അത് പഠിപ്പിക്കാനാണ് കർത്താവ് ആവർത്തിച്ചാവർത്തിച്ച് ശ്രമിക്കുന്നത്. അവർക്ക് മനസ്സിലാകുന്നില്ല. മനസ്സിലാകാത്തതിൻ്റെ കാര്യം അവർക്ക് കുറേ പ്രീസപ്പോസിഷണൽ ഐഡിയാസ് ഉണ്ട്, അവർക്ക് കുറേ മുൻവിധികളുണ്ട്. അവർ നേരത്തെ മനസ്സിലാക്കിയത് മശിയ വരുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഭൂമിയിൽ സ്ഥാപിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഐഡൻറ്റിഫൈ ചെയ്തേണ്ട ഇതാണ് മശിയ. അവ ഇപ്പോൾ വല്ലതും നടക്കും, അക്ഷരികമായി ദൈവരാജ്യം സ്ഥാപിക്കും, അവരെല്ലാം നല്ല സ്ഥാനത്താകും, അവരാഗ്രഹിച്ച ഭൗതിക കാര്യങ്ങളെല്ലാം നടക്കും. അതുകൊണ്ട് തന്നെ
കഷ്ടമനുഭവിക്കും, യെരുശലേമിലേക്ക് പോകും, ക്രൂശിക്കപ്പെടുമെന്നൊന്നും പറഞ്ഞാൽ അങ്ങനെ ഒരു മെസ്സിയ സങ്കല്പം അവർക്കില്ല. ഒടുവിൽ ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞിട്ട് കർത്താവ് ഇവരെ ബൈബിളിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതെല്ലാം നേരത്തെ തന്നെ പ്രവാചകന്മാർ പ്രവചിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. 24-ാം അധ്യായത്തിൻ്റെ 44 മുതലുള്ള വാക്യങ്ങളിൽ പ്രവാചക പുസ്തകം, സങ്കീർത്തനങ്ങൾ, ഇതുവഴിയെല്ലാം കർത്താവ് അവരെ കൊണ്ടുപോവുകയാണ്, അവരെ പഠിപ്പിക്കുകയാണ്. അങ്ങനെ 45-ാം വാക്യം പറയുന്നത് അവരുടെ ബുദ്ധിയെ തുറന്നെന്ന. അങ്ങനെയാണ് അവർക്ക് യേശു കഷ്ടമനുഭവിക്കണം, യാഗമായി ക്രൂശിൽ മരിക്കണമെന്ന തിരുവെഴുത്ത് പറയുന്ന പ്രവചനങ്ങൾ അവർക്ക് മനസ്സിലാകാൻ തുടങ്ങിയത്. ശരിക്കും അവരുടെ ഹെർമന്യൂട്ടിക്സ് തെറ്റായിരുന്നു, അവരുടെ വേദശാസ്ത്രം തെറ്റാണ്, വചനത്തെ അവർ വ്യാഖ്യാനിച്ചത് തെറ്റി. മശിയ വരുമെന്ന് അവർക്കറിയാം. മശിയ വന്നാൽ ആ ഒന്നാം വരവിൽ ദൈവരാജ്യം സ്ഥാപിക്കും, അക്ഷരികമായി സ്ഥാപിക്കുമെന്നൊരു തെറ്റിദ്ധാരണ കർത്താവ് തിരുത്തുകയാണ്. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. ക്രൂശിനെ കുറിച്ചും ക്രൂശിൽ നടക്കുന്ന സംഭവത്തെക്കുറിച്ചും ഒരു മനുഷ്യന് ശരിയായ അറിവില്ലെങ്കിൽ പല കാര്യം പ്രശ്നത്തിലാവും. അതിൽ പ്രധാനമായി 2 കാര്യങ്ങൾ. ഒന്ന്, സുവിശേഷീകരണം നടക്കത്തില്ല. ആ വ്യക്തി സുവിശേഷം പറയുവാൻ ഉത്സാഹിക്കുകയില്ല. ഇതറിയാത്ത ഒരു സഭ സുവിശേഷീകരണത്തിൽ വളരെ പുറകിലായിരിക്കും. ഇതാണ് 24-ാം അധ്യായം 44 മുതൽ 49 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരെ ഈ കാര്യങ്ങൾ വിശദീകരിച്ച് പഠിപ്പിച്ചു കഴിഞ്ഞ് 47-ാം വാക്യത്തിൽ പറയുക, നിങ്ങൾ യെരുശലേമിൽ തുടങ്ങി എല്ലായിടത്തും പോയി മാനസാന്തരവും പാപമോചനവും എൻ്റെ നാമത്തിൽ പ്രസംഗിക്കണം. എന്നിട്ട് 49-ൽ പറയുകയാണ്, യെരുശലേമിൽ നിങ്ങൾ കാത്തിരിക്കണം, ഞാൻ പിതാവിനോട് ചോദിച്ച് പരിശുദ്ധാത്മാവിനെ അയക്കും, ഉയരത്തിലെ ശക്തി ധരിക്കുവോളം നിങ്ങൾ യെരുശലേമിൽ നിന്ന് പോകരുത്. ശക്തി എന്തിനാ? മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കാനാ. മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണമെങ്കിൽ പാപമോചനത്തിന് വേണ്ടി കാൽവറി ക്രൂശിൽ യേശു ചെയ്ത യാഗത്തെക്കുറിച്ച് ബോധ്യമാകണം. ഇത് അതിനെക്കുറിച്ച് മനസ്സിലാകാതെ ഭയന്നിരിക്കുകയാണ്. ഇവരെ എങ്ങനെയാണ് കർത്താവ് പ്രവർത്തനത്തിന് അയക്കുന്നത്? ഇന്ന് കുറേ ആളുകൾ പറയുന്നത്, നമുക്ക് പ്രസംഗമല്ല വേണ്ടത്, അഭിഷേകമാണ്. അത് ക്രിസ്തുവിൻ്റെ ആത്മാവല്ല. ക്രിസ്തുവിൻ്റെ ആത്മാവ് പറയുന്നത് യേശുവിൻ്റെ നാമത്തിൽ മാനസാന്തരവും പാപമോചനവും പ്രസംഗിക്കണമെന്നാണ്. പ്രസംഗിക്കാനാണ് 49-ാം വാക്യത്തിൽ അഭിഷേകം തരുന്നത്, ഉയരത്തിലെ ശക്തി തരുന്നത്. ഇതൊക്കെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അല്ലാതെ ആരെങ്കിലും ഫേമസ് ആയിട്ടുള്ള ആളുകൾ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടനെ അതിൻ്റെ പുറകെ തുള്ളാൻ പോകരുത്. അപ്പോൾ ഒന്നാമത്തെ കാര്യം, എനിക്ക് ക്രോസിനെ കുറിച്ച് അറിഞ്ഞുകൂടാ. എന്താണ് കാൽവറി ക്രൂശിൽ നടന്നത്? ഐ ഡോണ്ട് നോ. എൻ്റെ മിനിസ്ട്രി ഇഫക്റ്റീവ് ആകത്തില്ല, സഭയുടെ സുവിശേഷീകരണം ഇഫക്റ്റീവ് ആകത്തില്ല. ഞാൻ എന്തൊക്കെയോ പറയുന്നു എന്ന്, ചിലപ്പോൾ ക്രൂശെന്നും ഒക്കെ പറയും, പക്ഷേ ക്രൂശിലെ ആ സാധ്യത എന്ത് യേശു ചെയ്തു എന്ന് എനിക്ക് അറിയത്തില്ല, ആ വെളിപ്പാട് എനിക്കില്ല. ഞാൻ ഒരിക്കലും ക്രിസ്ത്യൻ മിനിസ്ട്രിയിൽ ഇഫക്റ്റീവ് ആകത്തില്ല. അതവിടെ നിൽക്കട്ടെ. 2ാമത്തെ കാര്യം, ക്രൂശിനെ കുറിച്ച് വെളിപ്പാടില്ലാത്ത ഒരാൾ ക്രിസ്ത്യൻ ലൈഫിലും ഇൻഎഫക്റ്റീവ് ആവും. വാട്ട് ഈസ് ദ ക്രിസ്ത്യൻ ലൈഫ്? ക്രിസ്തീയ ജീവിതം അവർ വെറുതെ പെന്തിക്കോസിൽ വരെയൊക്കെ വരും, അത്രേ ഉള്ളൂ. അവർക്ക് ഒന്നും മനസ്സിലാകത്തില്ല. അതുകൊണ്ട് ഈ സന്ദർഭത്തിൽ കർത്താവ് ക്രിസ്തീയ ജീവിതത്തെക്കുറിച്ച് ക്രൂശിൻ്റെ തത്വം എടുത്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഒരു വേദഭാഗമാണ് 9-ാം അധ്യായത്തിൽ തന്നെ ഉണ്ട്. അത് 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ ഉള്ള വേദഭാഗങ്ങളിലാണ്. അപ്പം 22-ാം വാക്യത്തിൽ ഒന്നാമത് കർത്താവ് ആദ്യത്തെ പ്രാവശ്യം ക്രൂശ് മരണത്തെക്കുറിച്ച് പറഞ്ഞു.
അതിൻ്റെ ഇമ്മീഡിയറ്റ് കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് 18 മുതലുള്ള വാക്യങ്ങളിൽ നിങ്ങൾ എന്നെ ആരെന്ന് പറയുന്നു എന്ന് ചോദിച്ചതിന് കൃത്യമായ മറുപടി പറഞ്ഞു പത്രോസ്. മറുപടി പറഞ്ഞു കഴിഞ്ഞ് കർത്താവ് പഠിപ്പിക്കാൻ തുടങ്ങി, ഞാൻ യെരുശലേമിലേക്ക് പോകും, ക്രൂശിക്കപ്പെടുമെന്ന്. അപ്പം മത്തായിയുടെ പാരലൽ പാസേജ് വായിക്കുമ്പോൾ അതിനോടാണ് പത്രോസ് നെഗറ്റീവായി പ്രതികരിച്ചുകൊണ്ട് പറയുന്നത്, ഒരിക്കലും നിനക്ക് അങ്ങനെ സംഭവിക്കരുത്. അങ്ങനെ പറഞ്ഞ് കർത്താവിനെ ശാസിച്ചു. കർത്താവ് തിരിഞ്ഞ് അവനെ ശാസിച്ചു, പോ സാത്താനെ എന്ന് പറയുന്നു. അത് കഴിഞ്ഞിട്ട് കർത്താവ് പറയുന്നതിൻ്റെ ആശയം, എനിക്ക് മാത്രമല്ല ക്രൂശ്, എന്നെ അനുഗമിക്കുന്നവരെല്ലാം ക്രൂശുണ്ട്. അപ്പൊ ക്രോസ് അറിയത്തില്ലെങ്കിൽ ക്രോസിന്റെ തത്വം ക്രിസ്ത്യൻ ലൈഫിൽ ഒരിക്കലും നമുക്ക് മനസ്സിലാകത്തില്ല. ഇത് വളരെ സ്പഷ്ടമായി എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാർ മനസ്സിലാക്കണം. ഞാൻ 9-ാം അധ്യായത്തിൻ്റെ 23 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ പരസ്യമായിട്ട് വായിക്കാം. 22-ലാണ് കർത്താവ് അവിടുത്തെ ആദ്യത്തെ പാഷൻ പ്രഡിക്ഷൻ പറയുന്നത്. 23 മുതൽ പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആരെങ്കിലും തൻ്റെ ജീവനെ രക്ഷിപ്പാൻ ഇച്ഛിച്ചാൽ അതിനെ കളയും. എൻ്റെ നിമിത്തം ആരെങ്കിലും തൻ്റെ ജീവനെ കളഞ്ഞാലോ അതിനെ രക്ഷിക്കും. ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ട് തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവനെന്തു പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അതിൽ 9-ാം അധ്യായത്തിൻ്റെ 23-ാം വാക്യമാണ് പ്രാരംഭത്തിൽ നമ്മൾ എടുക്കുന്നത്. എന്താണ് കർത്താവ് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് പ്രതീക്ഷിക്കുന്നത്? ഇത് കർത്താവ് പറയുന്നതിൻ്റെ ആശയമെന്ന് പറയുന്നത്, കർത്താവിനെ അനുഗമിക്കുന്ന ഒരു ജെനുവിൻ ബിലീവർ ആണെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതം എങ്ങനെ ആയിരിക്കണം എന്നതിനെക്കുറിച്ച് കർത്താവ് പറയുകയാണ്. ഇത് കർത്താവിൻ്റെ പഠിപ്പിക്കലിൽ എവിടെങ്കിലും ആരും അറിയാതെ കർത്താവ് എടുത്ത ഒരു സ്റ്റഡിയൊന്നുമല്ല. സാധാരണയായി കർത്താവ് പഠിപ്പിച്ച ഒരു പാഠമാണ്. അതാണ് എനിക്ക് അത്ഭുതം. വളരെയധികം പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത മെസ്സേജ് വേർപെട്ട സമൂഹത്തിൽ പോലും ഇന്ന് അധികം നമ്മൾ കേൾക്കാറില്ല എന്ന് പറയുന്നത് നമ്മളെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. മെയിൻ മെസ്സേജ് ഇസ് അബൌട്ട് ദ ക്രോസ്, ബറിയൽ, റിസറക്ഷൻ. അതിൽ ക്രോസിലാണ് നമ്മൾ ഇപ്പോൾ കേന്ദ്രീകരിക്കുന്നത്. ക്രോസ് അറിയത്തില്ലെങ്കിൽ ക്രിസ്ത്യൻ ലൈഫിൻ്റെ അനുഭവം എങ്ങനെയായിരിക്കണമെന്ന് ഒരാൾക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയുകയില്ല. ഞാൻ പ്രാരംഭത്തിൽ ഒരു കാര്യം നിങ്ങളോട് പറയാം. ശരിക്കും ഒരു സുവിശേഷകന്റെ മാതൃക ആരാണ്? നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് തന്നെയാണ്. അവിടുത്തെ സുവിശേഷീകരണത്തിൽ തന്നെ അനുഗമിക്കുന്ന ആളുകളോട് പറഞ്ഞത്, തന്നെത്താൻ നിഷേധിച്ച് ക്രൂശെടുത്ത് എന്നെ അനുഗമിക്കണമെന്ന. ആധുനിക സുവിശേഷീകരണവുമായി അത് വളരെ വ്യത്യസ്തമാണ്. ഇവിടെ നമ്മൾ നോട്ട് ചെയ്യണം, വഞ്ചിക്കപ്പെടരുത്. യേശുവാണ് ശരിക്കും സുവിശേഷകന്റെ മോഡൽ. ക്രൂശ് മരണത്തിലൂടെ ഉള്ള സാധ്യതയിൽ നമ്മൾ കർത്താവിൽ വിശ്വസിച്ച് നീതീകരിക്കപ്പെടുന്നു. അത് സൗജന്യമാണ്. നീതീകരിക്കപ്പെട്ടവൻ കൊടുക്കേണ്ട വിലയെക്കുറിച്ച് കർത്താവ് സുവിശേഷീകരണത്തിൽ പറഞ്ഞു. മുടക്കേണ്ട വിലയെ മറച്ചു വെക്കുന്നത് ക്രിസ്തുവിൻ്റെ മനോഭാവമല്ല. വളരെ കൃത്യമായിട്ട് നിങ്ങളിത് മനസ്സിലാക്കണം. ഇന്നത്തെ ആധുനിക സുവിശേഷത്തിൽ വന്നത്
വളരെ ശക്തമായ ധൃതി വെച്ച താളം തെറ്റിയ ഒരു പ്രസംഗമാണ്. അതാഞ്ഞ് പ്രസംഗിച്ച് ധൃതിയിൽ പ്രസംഗിച്ച് ഒടുവിൽ പ്രസംഗിക്കും ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ, കേൾവിക്കാരനും ഇതെന്താണെന്ന് മനസ്സിലാക്കാതെ ഒടുവിൽ ഒരു കൂട്ടബഹളം. ഇതാണ് സാധാരണ നടക്കുന്നത്. പിന്നെ അപ്പോഴത്തേക്ക് നമ്മൾ കീബോർഡുകാരനെ വിളിക്കുന്നു, എല്ലാം കൂടെ വിളിക്കുന്നു, വലിയ എന്തോ. ഇത് വൈകാരികമായിട്ട് ഇളക്കുകയാണ്, ആളുകളുടെ ഇമോഷൻസിനെ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ്. അതിനകത്തൊരു ഫിയറി പ്രീച്ചിങ് ഉണ്ട്, പിന്നെ ശക്തമായ മ്യൂസിക് ഉണ്ട്, പിന്നെ ചില കഥകളൊക്കെ പറഞ്ഞ് കരയിപ്പിക്കുന്നുണ്ട്. ഇങ്ങനെ ഇമോഷണലി ആളുകളെ നമ്മൾ വശീകരിക്കുന്ന ഒരു നിലപാടാണ് ഇന്ന് പല പ്രസംഗികളും എടുക്കുന്നത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. കർത്താവായ യേശുക്രിസ്തു ഒരിക്കൽ പോലും ഇങ്ങനെ ചെയ്തിട്ടില്ല. കർത്താവിനെ അനുഗമിച്ച ഒരു അപ്പോസ്തലനും ഈ നിലപാടല്ലായിരുന്നു. അവരുടെ എല്ലാ പ്രഭാഷണങ്ങളും വേർഡ് സെന്റേർഡ്, ക്രൈസ്റ്റ് സെന്റേർഡ്, ക്രോസ് സെന്റേർഡ് ആയിരുന്നു. നമ്മൾ കാര്യങ്ങളെ കണ്ണു തുറന്ന് വിവേചിക്കണം. കഴിയുമെങ്കിൽ വൃതന്മാരെ കൂടെ തെറ്റിക്കുന്ന കാലഘട്ടമാണ്. സമകാലിക സ്വയം നിറവേറ്റലിൻ്റെ വ്യാജ സുവിശേഷത്തെ നാം തിരസ്കരിക്കണം. വ്യാജമാണ്. യേശു എന്ന പേര് ചിലപ്പോൾ പറഞ്ഞേക്കാം, ചില വാക്യങ്ങൾ ഉദ്ധരിച്ചേക്കാം, പക്ഷെ അതിനകത്തൊന്നും മീനിങ് ഫുൾ ആയിട്ടുള്ള കണ്ടന്റ് കാണുകയില്ല. ഞാൻ പ്രാരംഭത്തിൽ ഇത് പറഞ്ഞത് വളരെ നമ്മൾ എക്യുപ്റ്റായി നിൽക്കണം, വളരെ കൃത്യമായി കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. 23-ാം വാക്യത്തിലേക്ക് കടന്നു വന്നാട്ടെ. അതിൻ്റെ ഓരോ വാക്കും നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താണ് കർത്താവിനെ അനുഗമിക്കുന്നവരെ കുറിച്ചുള്ള കർത്താവിൻ്റെ പ്രതീക്ഷ? പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, ശിഷ്യന്മാരോട് മാത്രമല്ല, എല്ലാവരോടും. ഇതിൻ്റെ പാരലൽ പാസേജ് മർക്കോസ് 8:34 നോക്കിയ മർക്കോസ് വിശദീകരിക്കുന്നത്, പിന്നെ അവൻ പുരുഷാരത്തെയും തൻ്റെ ശിഷ്യന്മാരെയും അരികെ വിളിച്ചു. അപ്പൊ എല്ലാവരും എന്ന് പറയുന്നത് പുരുഷാരവും അവിടുത്തെ ശിഷ്യന്മാരുമാണ്. ഈ വളരെ പ്രധാനപ്പെട്ട ഈ ടീച്ചിങ്, അല്ലാതെ ഇത് ശിഷ്യന്മാരോട് ആരും കേൾക്കാതെ രഹസ്യത്തിൽ പറഞ്ഞ ദൂതൊന്നുമല്ല. കർത്താവിനെ അനുഗമിക്കാത്ത പുരുഷാരത്തോടും അവരുടെ കേൾവിയിൽ ഈ കട്ടി ദൂത് പറയുകയാണ്. നമ്മളാണെ പറയില്ല, കാരണം അവർ നാളെ സഭ വരുന്നില്ല. എന്താ കർത്താവ് പിന്നെ പറയുന്നത്? ഇത് മനസ്സിലാക്കിയിട്ട് വന്നാൽ മതി. കർത്താവ് ആരെയും നിർബന്ധിക്കുന്നില്ല. കോസ്റ്റ് മനസ്സിലാക്കാതെ തന്ത്രപരമായി ആരെയും യേശു വശീകരിക്കുന്നില്ല, ഒരിക്കലും വശീകരിച്ചിട്ടില്ല. പിന്നീട് നമ്മൾ ഏതെങ്കിലും സമയത്ത് ചിന്തിക്കാം, ലൂക്കോസ് 14:28 മുതലുള്ള വാക്യത്തിൽ വാസ്തവത്തിൽ കർത്താവ് പറയുന്നത് ആദ്യം ഇരുന്ന് ചെലവഴിക്കേണ്ട വിലയെക്കുറിച്ച് ചിന്തിക്കണമെന്ന. യു കൗണ്ട് ദ കോസ്റ്റ്. ഒരു മനുഷ്യൻ ഗോപുരം പണിയാൻ ഇച്ഛിച്ചാൽ അവൻ ആദ്യം ഇരുന്ന് അതിൻ്റെ എസ്റ്റിമേറ്റ് എടുക്കണം. പണിയാൻ നിവൃത്തിയില്ലേ പണിയരുതെന്നാണ് കർത്താവ് പറയുന്നത്. ക്രിസ്തീയ ശിഷ്യത്വത്തോടുള്ള ബന്ധത്തിലാണ് കർത്താവ് അത് പറയുന്നത്. യേശുവിനെ അനുഗമിക്കാൻ നിന്നെ കൊണ്ട് പറ്റത്തില്ലയോ, വരരുതെന്നാണ് കർത്താവ് പറയുന്നത്. എങ്ങനെയും സാരമില്ല, ഇതൊന്നും കർത്താവ് പറഞ്ഞ കാര്യങ്ങളല്ല. വിശ്വാസത്താലാണ് നീതീകരണം, ഒരു മാറ്റവുമില്ല. കൃപയാൽ അത്രേ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടത്. അത് ദൈവത്തിൻ്റെ ദാനമാണ്. ആരും പ്രശംസിപ്പാതിരിപ്പാൻ അത് നമ്മുടെ പ്രവൃത്തികളും കാരണമല്ല. അത് കറക്റ്റാണ്. പക്ഷെ നീതീകരിക്കപ്പെട്ടവൻ, യേശുവിൻ്റെ പുറകെ പോകാൻ സമർപ്പിക്കപ്പെട്ടവൻ കഠിന വില കൊടുക്കണം. He has to give a heavy price. Count the price before you start your commitment. That's the point. അവ എല്ലാവരോടുമായി ഇത് പറയുന്നത്. ഇത് പുറത്തുള്ളവരും അകത്തുള്ളവരും സകലരും ഇത് കേൾക്കണം.
അല്ലാതെ പുറത്തുള്ളവർക്ക് വേറെ ദൂത്, അകത്തുള്ളവർക്ക് വേറെ ദൂത്, ഈ തന്ത്രമൊന്നും കർത്താവ് ഉപയോഗിച്ചിട്ടില്ല. അടുത്ത വാക്ക്, പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത് എന്നൊരു വാക്ക്, അർത്ഥം റിപ്പീറ്റഡായി സംസാരിച്ചു. ഹി കെപ്റ്റ് ഓൺ സേയിങ്. ഇത് ഒറ്റപ്പെട്ട ഒരു ദൂതല്ല, റിപ്പീറ്റഡായി ഇതേ കാര്യങ്ങൾ കർത്താവ് തൻ്റെ അനുയായികളോട് പറഞ്ഞു. എന്താ ഇതിന്റെ കാരണം? ഇത് മിസ് ചെയ്യല്ല, അവരിത് ശ്രദ്ധിച്ച് കേൾക്കണം. ശരിയായ കർത്താവിനോട് കൂടെ പോകാനുള്ള സമർപ്പണം, സ്വയമായിട്ടുള്ള ഡിനായൽ, സെൽഫ് ഡിനായലും ക്രോസ് ബെയറിങ്ങും അനുസരണവും ഉൾപ്പെടെ ഉള്ളതാണ്. ഇത് ഈ കുഞ്ഞുങ്ങളെല്ലാം മനസ്സിലായിക്കോണം. എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇത് അടുത്തൊരു പ്രഭാഷണം നിങ്ങൾ കേൾക്കത്തേ ഉള്ളൂ. ഈ കാര്യം മനസ്സിലാകുന്നവർ വളരെ ചുരുക്കമാണ്, വളരെ ചുരുക്കമാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇതൊക്കെ പറയുന്നത് ദൈവസ്നേഹത്തിലാണ്. കാരണം ഞാൻ പലരുമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലായി, ദേ ഹാവ് നോട്ട് അണ്ടർസ്റ്റുഡ്. പ്രിയരെ, സ്വർഗത്തിൽ പോകത്തില്ലെന്നാ താഴോട്ട് എഴുതിയിരിക്കുന്നത്. ഞാൻ അവിടേക്ക് വരാം. യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട ആളിൽ ഇങ്ങനെയാണ് വരേണ്ടത്. വളരെ കൃത്യമായിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ നേരത്തെ അർത്തോമായിലായിരുന്നു, ഓർത്തഡോക്സിലായിരുന്നു, ഇപ്പോൾ ബെന്തിക്കോസിലാണ്. അതിനെന്താ? ബെന്തിക്കോസിലെല്ലാവരും സ്വർഗത്തിൽ പോകാനിരിക്കുകയെന്നു. പിന്നെ അതിൻ്റെ അഡ്വാൻസ് ഞങ്ങളെല്ലാം കൂടെ NLAG വന്നു. നല്ല കാര്യം. അതുകൊണ്ട് ഇവിടെ ഉള്ളവരെല്ലാം കൂടെ സ്വർഗത്തിൽ പോകാമെന്നു. നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഇതൊക്കെ പച്ചയ്ക്ക്, ഇത് ലൈവ് പോകല്ലേ. എനിക്ക് നിങ്ങളെ വഞ്ചിക്കാൻ താല്പര്യമില്ല. ഇവിടെ വന്നാൽ കൃത്യമായിട്ടുള്ള ദൈവവചനം നിങ്ങൾ കേൾക്കും. ഇവിടെ ഇരിക്കുന്നത് സ്വർഗത്തിൽ ഓട്ടോമാറ്റിക്കായിട്ട് പോകുമെന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക പോലും വേണ്ട. കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ വന്ന നല്ലത്, പെന്തിക്കോസിൽ വന്ന നല്ലത്, ദൈവവചനം കേൾക്കാം. പെന്തിക്കോസിൽ എല്ലായിടത്തും ദൈവവചനം ഇല്ല താനും. വളരെ നമ്മൾ ഷാർപ്പായിരിക്കണം. ദൈവവചനം മനസ്സിലാക്കി എന്താ യേശു പറയുന്ന അതിന് സമർപ്പിക്കണം. പക്ഷെ അതിന് വില കൊടുക്കണം. ആ വിലയെക്കുറിച്ച് ചുരുക്കമായിട്ട് ഞാനിന്ന് പറയാം. പിന്നീട് ഒരു അവസരത്തിൽ കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാം. 23-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗം ആദ്യം മുതലൊന്ന് വായിച്ചാട്ടെ. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്. ഇനി എന്താ പറഞ്ഞത്? എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. അവിടെ നിർത്തണം, ബാക്കി പിന്നെ വായിക്കാം. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ എന്നുള്ളത്, ഇപ്പൊ ആ വാക്യത്തിൽ 2 തവണ അനുഗമനം എന്നുള്ള വാക്ക് കാണും. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാന്ന് പിന്നെ ഉണ്ട്. ഈ ആദ്യത്തെ പ്രാവശ്യം എന്നെ അനുഗമിപ്പാൻ എന്നുള്ളത് NIV പോലുള്ള ട്രാൻസ്ലേഷനിൽ വളരെ പ്ലെയിനായിട്ട് അത് എഴുതിയിട്ടുണ്ട്. Whoever wants to be my disciple, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ശിഷ്യനാകാൻ ഒരുവൻ ആഗ്രഹിച്ചാൽ, അത് ശിഷ്യത്വത്തിലേക്കുള്ള വിളിയാണ്. രക്ഷിക്കപ്പെടുന്ന സകല ആളുകളെയും ശിഷ്യത്വത്തിലേക്കാണ് കർത്താവ് വിളിക്കുന്നത്. അല്ലാതെ അതിവിശുദ്ധരുടെ ഒരു ഗ്രൂപ്പും സാധാ വിശ്വാസിയുടെ വേറെ ഗ്രൂപ്പും അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും കർത്താവ് വിളിക്കുന്നത് ശിഷ്യത്വത്തിലേക്കാണ്. അപ്പം ഇവിടെ എഴുതിയിരിക്കാന്ന് എന്നെ അനുഗമിക്കാൻ, അതായത് കർത്താവിൻ്റെ ശിഷ്യനാകാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ. എന്താ അങ്ങനെ ഇച്ഛ ഒരു മനുഷ്യന് വരാൻ കാര്യം? ആ വ്യക്തി യേശുക്രിസ്തു ആരാണെന്നുള്ള വെളിപ്പാട് ആ വ്യക്തിക്ക് കിട്ടി. അവിടുന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള വെളിപ്പാട് കിട്ടി. ഞാൻ അവിടുത്തെയിൽ ആശ്രയിക്കുമ്പോഴാണ് എൻ്റെ ആത്മരക്ഷ എന്നുള്ള കാര്യം ബോധ്യമായി. അങ്ങല്ലാതെ വേറെ രക്ഷകനില്ല എന്നുള്ള വെളിപ്പാടുണ്ടായി. അതുകൊണ്ട് ശിഷ്ടായി അങ്ങയുടെ പിന്നാലെ ഞാൻ വരിക. അതാണ് അവനിൽ ആ ഡിസയർ വരുന്നത്. എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ എന്ന പദപ്രയോഗം. എന്നിട്ട് ബാക്കി ഇങ്ങനെയാ, ഒരുവൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ. അപ്പം ശിഷ്യനാകാൻ തീരുമാനിച്ച് സമർപ്പിക്കപ്പെട്ടവൻ യേശുവിനെ അനുഗമിക്കണം. അവസാന വാക്കതാ, അനുഗമിക്കണം. ഫോളോ.
23 തവണ സുവിശേഷങ്ങളിൽ എഴുതിയിട്ടുള്ള വാക്കാണ് ഫോളോ. എന്താ വാക്കിന്റെ അർത്ഥം? ശിഷ്യനാണോ? ഫോളോ ചെയ്യണം. എങ്ങനെ ഫോളോ ചെയ്യണം? തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് എടുത്ത് ഫോളോ ചെയ്യണം. ഫോളോ എന്ന വാക്ക് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിക്കും പിന്നെ സ്വന്തമായി ഒരു ജീവിതമെന്ന് പറയുന്ന ജീവിതമില്ല, ശരിയായി രക്ഷിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ. ഈ ഫോളോ എന്ന വാക്ക് 2 ഉദാഹരണത്തിലൂടെ ഞാനത് പറയാം. ഒന്ന്, അടിമച്ചന്തയിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ചരക്ക് പോലെ ഒരു സ്ത്രീയോ പുരുഷനെയോ പണ്ട് കാലത്തൊരു യജമാനൻ വന്ന് പണം കൊടുത്ത് അവനെ സ്വന്തമായി വാങ്ങിയാൽ, ആ അടിമ എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയാൽ അടിമയ്ക്ക് പിന്നെ ഒരു ലൈഫ് എൻ്റെ ഇഷ്ടമെന്ന് പറയുന്ന ഒരു ഇഷ്ടമില്ല. വില കൊടുത്ത് വാങ്ങിയ യജമാനന്റെ സ്വന്തമാണ്. യജമാനൻ എന്ത് വേണം ചെയ്യാൻ അടിമയെ? ചോദിക്കാനും പറയാനും നോക്കത്തില്ല. ആ അർത്ഥത്തിലാണ് കർത്താവിൻ്റെ പുറകെ അനുയായി നിൽക്കേണ്ടത്. മനസ്സിലായോ? രണ്ടാമത്തെ ഒരു ഉദാഹരണം. ഒരു രാജ്യം, രാജാവ് ഭരിക്കുന്നു. രാജാവ് ഒരു ദിവസം രാവിലെ യുദ്ധം പ്രഖ്യാപിച്ച ഒരു അയൽ രാജ്യവുമായിട്ട്. അത് പട്ടാളക്കാരൻ്റെ സൗകര്യം ചോദിച്ചുകൊണ്ടല്ല. എടാ, നിങ്ങളൊക്കെ ഫ്രീ ആണോ ഇന്നൊരു യുദ്ധം ചെയ്യാൻ? അങ്ങനെ ഒരു യുദ്ധവും ഇല്ല. പട്ടാളക്കാരൻ്റെ സൗകര്യം അനുസരിച്ചല്ല യുദ്ധം പ്രഖ്യാപിച്ചു. രാഷ്ട്രീയ തന്ത്രമാ യുദ്ധം പ്രഖ്യാപിച്ചു. പട്ടാളക്കാരൻ ചോദ്യം ചെയ്യാതെ രാജാവിൻ്റെ ആജ്ഞ അനുസരിച്ച് പടക്കളത്തിൽ ഇറങ്ങിക്കോണം. ഈ 2 ആശയങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ശിഷ്യനായി എൻ്റെ പിന്നാലെ വരുവാൻ താല്പര്യപ്പെടുന്നവൻ എന്നെ അനുഗമിക്കണമെന്ന് പറഞ്ഞാൽ ചോദ്യം ചെയ്യാതെ അനുദിനം അനുഗമിക്കണം. ഇതാണ് ക്രിസ്ത്യൻ ലൈഫ്. അല്ലാതെ ഞായറാഴ്ച ഇവിടെ വന്ന് വരുന്നത് തന്നെ ഏതെങ്കിലും സമയത്താ വലിച്ചു വാരി ഇങ്ങി വരിക. വന്നിട്ട് നമ്മൾ എവിടെങ്കിലും ചളുക്കൊന്നും പറഞ്ഞ് ഇരുന്നേച്ച് 2 കൈ പഠിച്ചേച്ച് പ്രസംഗത്തിൻ്റെ 2 കോമായുടെ മിസ്റ്റേക്കും കണ്ടുപിടിച്ച് പോയാൽ എൻ്റെ പ്രിയപ്പെട്ടവർ എങ്ങോട്ട് പോകുമെന്നായി പറയുന്നേ? എങ്ങോട്ട് പോകും? വളരെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ഈ ചില ആഴ്ചകളായിട്ട് ചിന്തിക്കുന്ന ദൂതുകൾ വളരെ പ്രധാനപ്പെട്ട ദൂതുകളാണ്. ഫോളോ എന്ന വാക്ക്, അനുഗമിക്കുക എന്ന വാക്ക് ഒരു കൽപ്പനയായിട്ടാണ്. ഇനി അവിടെ എഴുതിയിരിക്കുന്ന ആ ഭാഷയുടെ അർത്ഥം നോട്ട് ജസ്റ്റ് ഫോളോയിങ് ഓൺ എ സൺഡേ മോർണിംഗ്, കണ്ടിന്യൂസ്ലി ലൈഫ് ലോങ് കമ്മിറ്റ്മെന്റ് ആണ്. വാട്ട് അബൌട്ട് മൺഡേ? വാട്ട് അബൌട്ട് ട്യൂസ്ഡേ? വാട്ട് അബൌട്ട് വെനസ്ഡേ? അതാണ് അനുഗമനം എന്ന് പറഞ്ഞാൽ യേശു മുന്നേ നടക്കുന്ന പാതയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ മാറാതെ ഞാൻ കർത്താവ് ഡിഫൈൻ ചെയ്തിരിക്കുന്ന പാതയിലൂടെ പോവുക. അല്ല ഞായറാഴ്ച വന്ന് 10 മുതൽ 1 മണി വരെ ഇവിടെ ഇരിക്കുന്നതല്ല കമ്മിറ്റ്മെന്റ്. അതല്ല ഉദ്ദേശിക്കുന്നത്. ലൈഫ് ലോങ് അനുസരണത്തിൻ്റെ പാത, ലൈഫ് ലോങ് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്ന പാതയാണ് ശരിക്കും ക്രിസ്തീയ മാർഗം എന്നുള്ളത്. ആ അർത്ഥത്തിലാണ് നമ്മൾ ഇത് മനസ്സിലാക്കേണ്ടത്. എപ്പോഴും കർത്താവിൻ്റെ കൂടെ പോവുക. എങ്ങോട്ടാ കർത്താവ് നയിക്കുന്നത് അറിഞ്ഞുകൂടാ, പക്ഷെ പോവുക. അങ്ങനെ പോകാനൊക്കുമോ? അതാണ് ക്രിസ്ത്യാനിറ്റി. നാളെ എങ്ങോട്ടാണ് കർത്താവ്? ഐ ഡോണ്ട് നോ. പക്ഷെ എങ്ങോട്ടാണെങ്കിലും ഹീ ഈസ് ഫെയ്ത്ത്ഫുൾ. ഐ ഹാവ് കമ്മിറ്റഡ് മൈ ലൈഫ്. ഹീ ഈസ് മൈ സേവിയർ. ഹീ ഈസ് മൈ ലോർഡ്. അതാണ് ശിഷ്യത്വ മാർഗം. അതാണ് രക്ഷിക്കപ്പെട്ടവർ ജീവിക്കണമെന്ന് കർത്താവ് ഇവിടെ ഡിഫൈൻ ചെയ്യുന്നത്. ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് നാൾതോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. ആ 23-ാം വാക്യത്തിലെ 3-ാമത്തെ ഭാഗം, അവൻ തന്നെത്താൻ നിഷേധിക്കുക. എന്താ ഇതിൻ്റെ അർത്ഥം? ആരെയാ നിഷേധിക്കേണ്ടത്? ഡിനായ്, മസ്റ്റ് ഡിനായ്. കൽപ്പനയായിട്ട് എഴുതിയിരിക്കുക. ശിഷ്യനായിട്ട് യേശുവിനെ അനുഗമിക്കുന്നയാള് മസ്റ്റ് ഡിനായ് ഹിംസെൽഫ്. അപ്പോൾ നിങ്ങൾ കണ്ടോ ഒരു കാര്യം?
നിഷേധിക്കുന്ന ഒരാളുണ്ട്, നിഷേധിക്കപ്പെടുന്ന ഒരാളുണ്ട്. അതെന്താണ്? ഡിനൈ യുവർ സെൽഫ്. അപ്പൊ ആരാ ഡിനൈ ചെയ്യുന്നത്? ക്രിസ്തുവിൽ എനിക്ക് കിട്ടിയ ന്യൂ ലൈഫ്. ആരെയാണ് ഡിനൈ ചെയ്യുന്നത്? ആ പഴയ ലൈഫ്. ഒരുപാട് വൻപൻ ആഗ്രഹങ്ങൾ ഉള്ളിലുണ്ട്. പലരുടെയും പ്രാർത്ഥനാ വിഷയം തന്നെ അതാ. പ്രൈസ് ദി ലോർഡ്. അവൻ തന്നെത്താൻ നിഷേധിക്കുക. ഡിനൈ യുവർ സെൽഫ്. നമ്മുടെ ഉള്ളിൽ ക്രിസ്തുവിനും ക്രിസ്തുവിൻ്റെ വചനത്തിനും വിപരീതമായി നിൽക്കുന്ന ആഗ്രഹങ്ങൾ നടപ്പിലാക്കാനുള്ള ഒരു ടെൻഡൻസി ഒരാൾ നമ്മുടെ അകത്തുണ്ട്. ദി ഓൾഡ് സെൽഫ് എന്നും നമ്മളോട് ഓരോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്യും. അത് എനിക്കൊരു സുഖം ലഭിക്കുന്നതാണ്. ഓരോ മേഖലയിലും ഈ അകത്തെ പുള്ളി ഇതിങ്ങനെ കൊളുത്തിക്കൊണ്ടിരിക്കും. രക്ഷിക്കപ്പെട്ട ആളിനെ ഉള്ളി പോരാട്ടം അല്ലാത്തവന് ഇതില്ല കേട്ടോ. രക്ഷിക്കപ്പെട്ടയാള് ആ ന്യൂ ലൈഫ് ഇതിനെ നിഷേധിക്കണം. പറ്റത്തില്ല. ഇൻഫാക്റ്റ് നിഷേധിക്കല്ല, കൊല്ലണം. ക്രൂശിൽ തന്നെ അവനെ റെക്കൺ ചെയ്യണം, അവനെ ഒതുക്കി അവിടെ നിർത്താം. ഈ പഴയ സെൽഫിനാണ് താൽക്കാലികമായി ലോകത്തിൽ ഞാൻ ഭയങ്കര സക്സസ്ഫുൾ ആകണം, ഞാൻ ശ്രദ്ധേയനായ ഒരാളാകണം, എല്ലാവരും എന്നെ വന്ദിക്കണം. ഇത് സുവിശേഷകർക്കും ഉണ്ട്. പിന്നെ നമ്മളാണ് മെയിൻ പുള്ളി. പലരും അതിനാണ് വിധേയപ്പെടുന്നത്. ഇത് ബിസിനസ് ലോകമാകട്ടെ, ശുശ്രൂഷ വൃന്ദമാകട്ടെ, ഏത് ഗോളമാകട്ടെ, നമ്മുടെ അകത്ത് നമ്മൾ അറിയപ്പെട്ട സക്സസ്ഫുൾ ആയിട്ടുള്ള, പോപ്പുലർ ആയിട്ടുള്ള, എല്ലാവരും ലുക്ക് അപ് ടു ചെയ്യുന്ന ഒരാളാകണം. നമ്മുടെ അകത്തിരിക്കുന്ന ഇരിപ്പായത്. നിങ്ങൾക്കില്ല. അയ്യോ വിളക്കമാലാകമാരെ, അയ്യോ ന്യൂ ലൈഫിലുള്ളവരോ സാധാരണ ആളുകളുടെ കാര്യമായി പറയുന്നേ. ഈ പഴയ ആള് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളിലാണ് സന്തോഷവും സമാധാനവും കണ്ടെത്തുന്നത്. ഈ പഴയ പുള്ളിക്ക് ആഗ്രഹം മനുഷ്യരുടെ അപ്രൂവൽ, മനുഷ്യരെ ബഹുമാനിക്കണം. ഞാൻ അങ്ങോട്ടൊക്കെ ചെന്നിട്ട് ഒരു പ്രാർത്ഥിക്കാൻ പോലും ഒരവസരം എനിക്ക് തന്നില്ല. എന്തോളാ ഇവൻ്റെ ഒക്കെ കണ്ടോ. ഞാൻ അങ്ങോട്ട് ചെന്നപ്പോൾ അവരത് എഴുന്നേറ്റ് നിന്നില്ല. ഇതാ അകത്തെ പുള്ളി പറയുക. അങ്ങനെ എഴുന്നേറ്റ് നിന്ന് നിന്നെ ഒന്ന് ബഹുമാനിക്കത്തക്കവണ്ണം നീ ഒരു സംഭവമാ. There is an old self in us. Deny that self. Praise the Lord. ഈ ലോകത്തിലെ കാര്യങ്ങൾ, ഈ താൽക്കാലിക ഭൗതിക കാര്യങ്ങളെയാണ് വചനത്തെക്കാളും ക്രിസ്തുവിനേക്കാളും ഈ പുള്ളിക്ക് ഏറെ ഇഷ്ടം. കഴിഞ്ഞ ആഴ്ചയിൽ സ്നാനപ്പെട്ട കുഞ്ഞുങ്ങളെല്ലാം ഇത് ശ്രദ്ധിച്ച് കേട്ടോണം. ഇവിടെ സ്നാനപ്പെട്ടവർക്കെല്ലാം ഈ ജീവിതമൊന്നും അവർക്ക് കിട്ടിയിട്ടില്ല, അവരെ കൊണ്ട് നടക്കുന്നില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് അടുത്തൊരു മെസ്സേജ് എന്നേ ഉള്ളൂ. ഇതിലെ ഗൗരവം ഇരുന്ന് ചിന്തിക്കുന്നവർ വളരെ ഫ്യൂ ആണ്. എൻ്റെ അഭ്യർത്ഥന, കുഞ്ഞുങ്ങൾ വീട്ടിൽ ചെന്ന് ഇതൊക്കെ ചിന്തിക്കണം. തന്നെത്താൻ നിഷേധിക്കുക. നിഷേധിക്കുന്ന ആളുണ്ട്, നിഷേധിക്കപ്പെടുന്ന ആളുണ്ട്. അതാ ഞാൻ ആ നിലയിൽ പറഞ്ഞത്. ഈ ക്രിസ്തുവിൽ നിന്നും വചനത്തിൽ നിന്നും അകറ്റുന്ന നമ്മുടെ ആ സെൽഫ്, ആ ഓൾഡ് സെൽഫ്, അതാണ് നിഷേധിക്കപ്പെടേണ്ടത്. ആരാ നിഷേധിക്കേണ്ടത്? 2 കൊരിന്ത്യർ 5:17 ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇതാ അത് പുതുതായി തീർന്നു. ഈ പുതിയ മനുഷ്യൻ ഡിനൈ ചെയ്യണം. ദ ന്യൂ സെൽഫ്. ആ പുതിയ സെൽഫ് ക്രിസ്തുവിനെ സ്നേഹിക്കുന്നു, വചനത്തെ സ്നേഹിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും രക്ഷിക്കപ്പെട്ടവരുടെ ഉള്ളിൽ ഇതുണ്ട്. എന്തുണ്ട്? എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ച് ജീവിക്കണം, എനിക്ക് വേറെ ഒരാഗ്രഹവും ഇല്ല. ഇത് ചിന്തിക്കുന്നവരുണ്ട് ഇവിടെ. പക്ഷേ അത് ഒക്കുന്നുണ്ടോ? ഇല്ല. അതെന്താ കാര്യം? മറ്റേ പുള്ളി പറയുന്നത്, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊന്നും ജീവിക്കുന്നവരൊന്നും ഇല്ല. ആ സന്തോഷം വരുന്ന കാര്യമൊക്കെ അങ്ങ് ചെയ്യണം. അപ്പൊ ഈ ന്യൂ മാൻ ഡിനൈ ചെയ്യണം. ആ വന്യമോഹങ്ങൾ, ആ ആഗ്രഹങ്ങൾ പറ്റത്തില്ലെന്ന് പറയണം. തന്നെത്താൻ നിഷേധിക്കണം. ഈ പുതിയ മനുഷ്യൻ
പഴയ ആളിനോട് പറയണം, ഞാൻ ലോകം വെച്ച് നീട്ടുന്ന വലിയ വലിയ കാര്യങ്ങളെ ക്രിസ്തുവിന് വേണ്ടി നിഷേധിക്കുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഉള്ളത്തിൽ തന്നെ യുദ്ധമാണ്. സ്തോത്രം. അപ്പൊ യേശു പഠിപ്പിച്ച സുവിശേഷം സ്വയത്യാഗത്തിന്റെ സുവിശേഷമാണ്, നിഷേധിക്കുന്ന സുവിശേഷമാണ്, സെൽഫ് ഡിനായലിന്റെ സുവിശേഷമാണ്, സെൽഫ് ഫുൾഫിൽമെന്റ് അല്ല. ലോകത്തിൽ എനിക്ക് സെൽഫ് ഫുൾഫിൽമെന്റ് വരുന്നതല്ല ക്രിസ്ത്യാനിറ്റി. ക്രൂശ് അറിയാത്തവർക്ക് ഇത് അറിഞ്ഞുകൂടാ. ആളുകളെല്ലാം എന്തിനാ യേശുവിൻ്റെ അടുക്ക വരുന്നത്? ആധുനിക ആളുകൾ വിളിക്കുന്നത് വരിക വരിക വരിക, അങ്ങനെ തന്നെയാ പറയുന്നത്. വരിക വരിക, ഓടി വരിക, ഈ രാത്രി വരിക. എന്താണ്? വന്നാൽ നിന്റെ വന്യമോഹങ്ങളെല്ലാം യേശു സാധിപ്പിച്ചു തരും. യേശു ഇതെങ്ങും പറഞ്ഞിട്ടില്ല. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇവിടെ ഒരു കാര്യം പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്യണം. നമ്മൾ ഈ തന്നെത്താൻ ത്യജിക്കാതെ എന്താ, എന്നാൽ പിന്നെ എല്ലാ ദിവസവും ഞാനൊരു ഐസ്ക്രീം കഴിക്കും, അതെന്നാ അങ്ങ് വേണ്ടാന്ന് വെക്കാം. ആ തല്ല് ഇവിടുത്തെ വിഷയം. എന്നാൽ പിന്നെ ആ കറുത്തുടുപ്പെല്ലാം മാറ്റി വെച്ച് വെള്ള, ആ തല്ലി പറയുന്നത് നമ്മുടെ അകത്ത് ക്രിസ്തുവിൽ നിന്ന് മാറ്റി താൽക്കാലിക സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി ടെംപ്റ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. കൃത്യം പറഞ്ഞാൽ നമ്മുടെ അകത്തെ ആ ഞാൻ മരിക്കണം. അതാണ് ക്രിസ്ത്യാനിറ്റി. പ്രൈസ് ദി ലോർഡ്. ഇത് പത്രോസ് കർത്താവിൻ്റെ ക്രൂശ് മരണം വേണ്ട എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറയാ, എനിക്ക് മാത്രമല്ല ക്രൂശ്, എന്നെ അനുഗമിക്കുന്ന എല്ലാവർക്കും ക്രൂശുണ്ട്. They have to die. സ്വന്തം സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയുള്ള ജീവിതം ശൈലി ഉപേക്ഷിക്കുക. സ്തോത്രം. സ്വാർത്ഥ താല്പര്യമുള്ള ജീവിതം അവസാനിപ്പിക്കുക, കൊല്ലുക, അതിനെ എന്ന് പറഞ്ഞാൽ നിഷേധിക്കുക. ഇതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. ക്രിസ്തുവിനെ സേവിക്കുന്നതിനായി ഒരാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങൾ ത്യജിക്കുക എന്നതാണ് ഞാൻ ഇതുവരെ ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞതിൻ്റെ അർത്ഥം. തന്നെത്താൻ നിഷേധിക്കുക. എന്നിട്ട് അടുത്തത് ആ 23-ാം വാക്യത്തിൽ, തൻ്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. എന്താ ഈ ക്രൂശ്? എന്താ ക്രൂശ്? ചിലർ എനിക്ക് തോന്നി ഇങ്ങനെ തൊട്ടു നോക്കുന്നില്ലേ ക്രൂശ്? ഒരു കാര്യം ഞാൻ പറയാം, മാലയുടെ അറ്റത്ത് തൂക്കിയിരിക്കുന്നതല്ല ഇവിടെ ഉദ്ദേശിക്കുന്ന ക്രൂശ്. യേശു ഇത് പറഞ്ഞപ്പോൾ സന്ദേശം കേട്ട ആളുകൾ, നിങ്ങളുടെ കഴുത്തേൽ ഈ ക്രൂശ് കണ്ടാൽ, അതിശോക്തി ഞാൻ പറയല്ല, ചിരിച്ച് ചിരിച്ച് നിയന്ത്രണം വിട്ട് താഴെ കടന്ന് ഉരുണ്ട് ചിരിച്ചേനെ. അതെന്താ? ഇന്ന് തൂക്കുമരം എങ്ങനെയാ നിങ്ങൾ കാണുന്നത്, അതുപോലെയാണ് അന്ന് ക്രൂശ്. റോമൻ ഗവൺമെന്റിന്റെ ക്യാപിറ്റൽ പണിഷ്മെന്റ് ആണ് ക്രോസ്. നിങ്ങളാരെങ്കിലും തൂക്കുമരം നിങ്ങളുടെ ആഭരണത്തിന്റെ ഇടയിൽ കെട്ടിക്കൊണ്ട് നടക്കുമോ? കെട്ടിക്കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ എന്തോ മാനസിക പ്രശ്നമാണ്. ഇതുപോലെ ഈ ക്രൂശ് നമ്മളത് വേറെ ഒരു നിലയിൽ കാണുക. അതല്ല ക്രൂശ്. പിന്നെ എന്താണ് ക്രൂശ്? നമ്മളെ സംബന്ധിച്ചിടത്തോളം ക്രൂശ് എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ക്ലാരിറ്റി ഇല്ല. യേശുവിൻ്റെ ഓഡിയൻസിന് ക്രൂശ് മനസ്സിലാക്കാൻ ഒരു പ്രയാസവുമില്ല. ചരിത്രം പറയുന്നത് കർത്താവിൻ്റെ ഐഹിക ജീവിത കാലത്ത് 30,000-ൽ പരം ക്രൂശീകരണങ്ങൾ പാലസ്റ്റൈനിൽ നടന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ആളുകൾ ക്രൂശിക്കപ്പെടുന്നതായിട്ട് അവർ കാണുന്നുണ്ട്. ഒരു സാധാരണ സംഭവം. അവിടെ വലിയ കൊടിയ ക്രിമിനലുകളെ കൊല്ലുകയാണ്. ഇതവർ സാധാരണ കാണുക. യേശു പറയുക, ഒരുവൻ എൻ്റെ പിന്നാലെ വരുവാൻ ഇച്ഛിച്ചാൽ തന്നെത്താൻ നിഷേധിച്ച് നാൾത്തോറും ക്രൂശ് എടുക്കണം എന്ന് പറഞ്ഞാൽ അവർക്ക് ഈസിയായിട്ട് മനസ്സിലാവും, മരിക്കാൻ വിളിക്കുക. നമ്മൾ ഒരിക്കലും അത് അങ്ങനെ കണ്ടിട്ടില്ല.
ക്രൂശ് എന്താ? എൻ്റെ അമ്മായിയമ്മയെക്കുറിച്ചായിരിക്കും പറയുന്നതെന്നാ ചിലര്. അതല്ല ക്രൂശ്. പിന്നെ ഞാൻ നേരത്തെ ഉറക്കത്തോടുള്ള ബന്ധത്തിൽ പറഞ്ഞ പോലെ ചിലർക്ക് ചിലരെ ക്രൂശായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട്. അതല്ല ക്രൂശ്. ക്രൂശ് കർത്താവ് ഒരു മെറ്റഫോറിക്കൽ ലാംഗ്വേജ് ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അക്ഷരിക ക്രൂശിലെ ആലങ്കാരിക പ്രയോഗമാണ് ഇവിടെ നടക്കുന്നത്. എൻ്റെ പിന്നാലെ വരുന്നവൻ എല്ലാ ദിവസവും ക്രൂശ് എടുത്ത് തന്നെ അനുഗമിക്കണം. അപ്പൊ ക്രൂശിൻ്റെ തത്വം മനസ്സിലാക്കണം. ഞാൻ അനേക ആളുകളോട് ചോദിച്ചിട്ടുണ്ട്, ക്രൂശിനെ കുറിച്ച് നിങ്ങൾ എന്തു പറയുന്നു? അവർ പറയുന്നത് കഷ്ടതയാണ്. കുഴപ്പമില്ല അങ്ങനെ ചിന്തിക്കുന്നതിൽ, ഞാനതും പറയാൻ താല്പര്യപ്പെടുകയാണ്. നിങ്ങൾക്ക് നല്ലപോലെ അറിയാവുന്ന ഒരു മനുഷ്യനാണ് ഡീട്രിച്ച് ബോൺഹോഫർ. അറിയത്തില്ലേ? അയ്യോ, മഞ്ഞാടിക്കപ്പുറത്ത് പ്രശസ്തനായ ഒരു ദൈവത്തിൻ്റെ ദാസന്. അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കുന്ന ഹിറ്റ്ലറിൻ്റെ സമയത്താണ് അദ്ദേഹത്തെ കൊന്നതെന്നാണ്. അദ്ദേഹം എഴുതി വെച്ചിരിക്കുകയാണ്, ജീസസ് ഇൻവൈറ്റ്സ് അസ് ടു കം ആൻഡ് ഡൈ. അതാണ് ക്രിസ്ത്യാനിറ്റി. എൻ്റെ പിന്നാലെ വരുന്നവൻ ക്രൂശ് എടുക്കണമെന്ന് പറഞ്ഞാൽ ജീസസ് പറയുന്ന കം ആൻഡ് ഡൈ. അയ്യോ, ഞാൻ ഓർത്തത് മേഴ്സിഡീസ് ബെൻസ് കിട്ടുമെന്നാണോ? ആണോ? ഇങ്ങനെയുള്ള വ്യാജമാണ് അവിടെ ഇവിടെയും കേൾക്കുന്നത്. പാട്ടിനകത്തും നൃത്തത്തിനകത്തും ആളുകളെ കാൻവാസ് ചെയ്ത് പിടിച്ചു പൂട്ടുകയാണ്. യേശുവിൻ്റെ സുവിശേഷം അതല്ല. ലെറ്റ് മീ എക്സ്പ്ലെയിൻ. ക്രൂശിനെ ചിന്തിച്ചാൽ അതിനകത്ത് ഷെയിമുണ്ട്, നാണംകേടുണ്ട്. ക്രൂശിനെ ചിന്തിച്ചാൽ അതിനകത്ത് സഫറിംഗ് ഉണ്ട്, അതിനകത്ത് പെയിൻ ഉണ്ട്, അൾട്ടിമേറ്റ്ലി അതിനകത്ത് ഡെത്ത് ഉണ്ട്. എന്താണ് ക്രൂസിന്റെ ഷെയിം? ക്രൂശിക്കപ്പെടാൻ വിധിക്കപ്പെട്ടയാള് പാലസ്റ്റൈൻ്റെ തെരുവുകളിലൂടെ ഈ ക്രൂശിന്റെ ഒരു വുഡ്, ആ ഹൊറിസോണ്ടൽ ബാർ തന്നെത്താൻ വഹിച്ചുകൊണ്ട് ഇയാൾ നടന്നു പോകും. രണ്ട് സൈഡിലും ആളുകൾ നിന്നുകൊണ്ട് പഴിക്കുക, ദുഷിക്കുക, ചീത്ത വിളിക്കുക, തുപ്പുക. യേശു അത് അനുഭവിച്ചു. യേശു നിമിത്തം നമുക്കിതുണ്ടാകും. അതാണ് ക്രിസ്ത്യാനിറ്റി. എൻ്റെ ഉപ്പാപ്പനും അമ്മച്ചനും അവരുടെ മോടെ കല്യാണത്തിന് എന്നെ വിളിച്ചില്ല, ഇനി ഞാൻ ഇങ്ങനാന്നേൽ എന്ത് നീ അറിഞ്ഞില്ലേ? നിന്ദയുടെ മാർഗമായത്. ഇത് ആളുകൾ തുപ്പുന്ന മാർഗമാണ്. അക്ഷരാർത്ഥത്തിൽ അങ്ങനെ നടന്നിട്ടുണ്ട്. വിശ്വാസികൾ പോകുമ്പം കാർക്കിക്കുന്ന പോലൊരു ശബ്ദം അവരെ ചൊടിപ്പിക്കാനാണ്. അത് ക്രിസ്തു നിമിത്തം നമുക്ക് നാണം വരുത്തും. അല്ലെങ്കിൽ നമ്മളെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് കുടുംബത്തിൽ വിളിക്കത്തില്ല. They hate Jesus and therefore they will hate us. ഇത് നമ്മളെ കൊണ്ട് ഒക്കത്തില്ല. നമ്മൾ സ്നാനപ്പെടുത്തുന്ന പറഞ്ഞു, ഞാൻ അങ്ങ് പറയാൻ പോയില്ല, കാരണം പറഞ്ഞാലേ അവർക്ക് ഇനി എന്തെങ്കിലും ഫീൽ ചെയ്താലോ. അതാ ഞാൻ ഈ പറഞ്ഞത്. പരസ്യമായി സ്നാനപ്പെട്ട നാണം കേടാ. ഇപ്പൊ എവിടെയാ അംഗത്വം? ഞാൻ അവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, ഞാനിങ്ങനെ ഊടാടി വ്യാപരിക്കുക. എന്നെ വേർപെട്ടാൽ അങ്ങനെ നമുക്കങ്ങ് വിടാൻ നോക്കും. ഞങ്ങളൊരു വലിയ കുടുംബത്തിലെ ആൾ, അറിയത്തില്ലേ? അറിയത്തില്ല. ഏത് കുടുംബത്തിലെ അമ്മ? ഞങ്ങളുടെ വീട്ടിൽ അച്ഛന്മാരും മെത്രാച്ചന്മാരും ഒക്കെ ഉണ്ട്. അവരൊക്കെ ഇത് അതായി പറയുന്നത്. യേശു പറയാ, യു കം ആഫ്റ്റർ മീ യു ഡൈ. ക്രൂശിനകത്ത് ഷെയിമുണ്ട്. യേശുവിന്റെ പുറകെ പോയാൽ ഇത് പൂമാല കിട്ടുന്ന മാർഗമല്ല, ഇത് നിന്ദയുടെ മാർഗമാ, പരിഹാസത്തിന്റെ മാർഗമാ, കളിയാക്കുന്ന മാർഗമാ, സ്വന്തം വീട്ടുകാരും കുടുംബക്കാരും വിടക്കുന്ന എണ്ണുന്ന മാർഗമാ. എംപ്ലോയീസ് നമ്മളെ മാറ്റി നിർത്തും ബിക്കോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ജോലി തന്നെ ക്രിസ്തു നിമിത്തം കിട്ടാതെ പോയവരുണ്ട്. ഇതാ മാർഗമാ. ഞാൻ പറഞ്ഞില്ല ഞാൻ ബെന്തിക്കോസില്ല അന്ന്, ഇല്ലേ? എന്താ കാര്യം? ഞാൻ താഴോട്ട് പറയാം. സ്വർഗത്തിലെ ദൈവം നിന്നെക്കുറിച്ച് നാണിക്കുമെന്നാ എഴുതി വെച്ചേക്കുന്നത്. യു തോട്ട് യു ക്യാൻ ഹാവ് ബോത്ത് ദ വേൾഡ്സ് ആൻഡ് ബി ഹാപ്പി, അല്ലേ? നോ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. ഇതാ ഞാൻ പറഞ്ഞത്, വില കൊടുക്കേണ്ട മാർഗമാണ്.
ദ പ്രൈസ് ഇസ് ഹെവി. ഇരുന്ന് ചിന്തിച്ചേച്ച് വന്നാൽ മതിയെന്ന കർത്താവ് പറയുന്നത്. ദർ ഇസ് ഷെയിം ഇൻവോൾവ്ഡ്. ആ സ്ട്രീറ്റിലൂടെ നടന്നു പോകുമ്പോൾ എന്തെല്ലാം ഇൻസൾട്ടുകളാണ് വിളിക്കുന്നത്. ക്രിസ്തു നിമിത്തം നിങ്ങളെ ഇൻസൾട്ട് ചെയ്തിട്ടുണ്ടോ? ഉണ്ടോ? എന്നെ ഇഷ്ടം പോലെ നിന്ദിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീ വിളിച്ചതാ, അയാൾ പിശാചാന്ന്. എന്നെ കർത്താവ് ബലപ്പെടുത്തി എങ്ങനെയെന്നറിയോ? കർത്താവിനെ വിളിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്തെല്ലാം കാര്യങ്ങൾ ഇന്നും വിടാതെ പോരാടുക. സ്തോത്രം. ഇതാ മാർഗമാണ്. There is shame involved. നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? അളിയൻ, ഉപ്പാപ്പൻ, അമ്മാച്ചൻ അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? നെയ്ബേഴ്സ് അക്സെപ്റ്റ് ചെയ്യുന്നില്ലേ? ജീസസ് പറഞ്ഞ കം ഫോളോ മീ. ഇതാ മാർഗമാ. ഈ ലോകം ജീസസിനെ അക്സെപ്റ്റ് ചെയ്തില്ല. ലോകം അവനാൽ സൃഷ്ടിക്കപ്പെട്ടത്. അവൻ ഈ ലോകത്തിലേക്ക് വന്നു. ലോകം അവനെ അറിഞ്ഞില്ല. അവൻ സ്വന്തത്തിലേക്ക് വന്നു. സ്വന്തമായവരോ അവനെ തിരസ്കരിച്ചു. You will be rejected because of Jesus Christ. കയ്യിലിരിപ്പ് നിമിത്തമല്ല കേട്ടോ, because of Jesus Christ. Praise the Lord. Hallelujah. Crucial shame. ക്രൂശിന്റെ മറ്റൊരു അനുഭവമാണ് സഫറിങ്. ഈ രണ്ട് കയ്യിലും കാലുകളിലും തുളച്ചു കയറ്റുന്ന വലിയ ആണിയാണ്, അടിച്ച് കയറ്റുകയാണ്. ഇറ്റ് ഈസ് പെയിൻഫുൾ. ശരിക്കും ക്രൂശ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ ഈ ക്രൂശിക്കപ്പെടുന്നയാള് എക്സ്ക്രൂഷിയേറ്റിംഗ് പെയിൻഫുൾ ഡെത്ത് ആയിരിക്കണം. ചില ആളുകൾ ചില ദിവസങ്ങൾ തന്നെ കിടക്കും. കാലിൻ്റെ അടിയിൽ ഒരു സപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അവത്തിൽ താങ്ങിയാണ് വാസ്തവത്തിൽ ബ്രീത്തിങ് കുറച്ച് കഴിയുമ്പോൾ നടക്കുന്നത്. അവസാനം കൊളാപ്സ് ചെയ്ത് സഫോക്കേഷൻ കൊണ്ടാണ് മരിക്കുന്നത്. ഇറ്റ് ഈസ് എ പെയിൻഫുൾ ഡെത്ത്. സഫറിങ് അതിനകത്തുണ്ട്. ശാരീരികമുണ്ട്, മാനസികമുണ്ട്, ഇമോഷണൽ ആയിട്ടുള്ള എല്ലാ അർത്ഥത്തിലും പെയിൻഫുൾ സഫറിങ് ക്രിസ്തു നിമിത്തം നമുക്കുണ്ടാകും. We are on the way to Jerusalem. We have a cross to take. മനസ്സിലാകുന്നുണ്ടോ? ഇത് സഫറിങ്ങിൻ്റെ പാതയാണ്. സുവിശേഷം വളരെ ക്ലിയർ ആയിട്ട് കേട്ടോണം. അല്ലാതെ ഇത് വണ്ടി കിട്ടി വീട് വെക്കുന്ന മാർഗമല്ലിത്. ഇത് നിന്ദയുടെ മാർഗമാണ്. ഇത് കഷ്ടതയുടെ മാർഗമാണ്. നിരപരാധിയായിരിക്കുന്ന എൻ്റെ യേശുവിനെ തകർത്ത് കളയാൻ പിതാവാം ദൈവം ഏൽപ്പിച്ചപ്പോൾ ആ ക്രൂരന്മാര് ചെയ്തത് എന്താണ്? നിരപരാധിയാണ്. നിരപരാധിയായി എന്നെ നിങ്ങളെ ഇതുപോലെ ട്രീറ്റ് ചെയ്യും. അക്ഷരാർത്ഥത്തിൽ ഒരു ക്രൂശല്ല, ഈ ക്രൂശിന്റെ അനുഭവം നമുക്കുണ്ടാകും. ആ താഴെയൊക്കെ നിന്ന് അടുത്തൂടെ എടുത്തൊക്കെ പോകുന്ന ട്രാവലേഴ്സൊക്കെ വലിയ പ്രസംഗമൊക്കെ ആയിരുന്നല്ലോ, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വാ, ഞങ്ങളെ വിശ്വസിക്കാം, ഞങ്ങളുടെ സഭയിൽ കയറാം, സഭയിൽ ഞങ്ങളോട് വരാം. ഒരു വാക്ക് യേശു മിണ്ടുന്നില്ല. Father has allowed it. So he offered himself. Because of Christ, there will be moments in our life. People will misunderstand us. ഞാൻ പറയുന്ന വാക്ക് അടിവര ഇട്ട് നോട്ട് ചെയ്തോണം. നമ്മളെ തെറ്റിദ്ധരിക്കും, കൂട്ടം കൂടി ആക്രമിക്കും, പരിഹസിക്കും. ഇത് മുഴുവനും നടക്കും. ഇതാ മാർഗമാണ്, ക്രൂശിന്റെ മാർഗം. കർത്താവ് അതിനാ വിളിക്കുന്നത്. നമ്മൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ ഇന്ന് അറിഞ്ഞോണം. യു കൗണ്ട് ദ കോസ്റ്റ്. സ്തോത്രം. ഇത് വേണ്ട, പിന്നെന്ത് വേണം? സ്വർഗത്തിൽ പോകണം, യേശുവിനെയും വേണം, നാട്ടുകാരെയും വേണം, എല്ലാവരെയും വേണം. അതല്ല ക്രിസ്ത്യാനിറ്റി. ലവ് എവ്രി വൺ. പക്ഷെ ഇൻ റിലേഷൻ ടു ജീസസ് ആൻഡ് ദ വേർഡ് ഓഫ് ഗോഡ് നമുക്കൊരു സ്റ്റാൻഡുണ്ട്. സ്തോത്രം. എന്തൊരു പെയിൻഫുൾ ഡെത്താണ് കർത്താവിന് ഈ ലോകം കൊടുത്തത് ക്രൂശിൽ. ആ തത്വമാണ് നമ്മൾ ഉൾക്കൊള്ളേണ്ടത്. തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറും തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കുക. ശിഷ്യനാകാൻ ആഗ്രഹമുണ്ടോ? അനുഗമനത്തിൻ്റെ പാത
അനുഗമന പാതയിൽ തന്നെത്താൻ നിഷേധിക്കുക, ക്രൂശ് എടുക്കുക. ക്രൂശാണ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതിനകത്ത് ഷെയിമുണ്ട്, അതിനകത്ത് പെയിൻഫുൾ സഫറിംഗ് ഉണ്ട്. പക്ഷെ ആത്യന്തികമായി ക്രോസ് ഈസ് ഡിസൈൻഡ് ടു കിൽ. ലക്ഷ്യം ആള് തീരണം. ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്ന ആളുകളെ ഇരു സൈഡിലും നിൽക്കുന്നവർ കാണുമ്പോൾ അവർക്കറിയാം ഈ ഇൻസ്ട്രുമെന്റ് എടുത്തുകൊണ്ട് നടക്കുന്ന ആൾ ഇനി തിരിച്ചു വരത്തില്ല. അയാൾ എടുത്തുകൊണ്ട് നടക്കുന്ന ഇതേ ഇൻസ്ട്രുമെന്റിൽ ദിസ് മാൻ ഈസ് ഗോയിങ് ടു ഡൈ. ഇറ്റ് ഈസ് ഡിസൈൻ ടു കിൽ. അങ്ങനെയാണെങ്കിൽ ക്രൂശ് ആ തത്വത്തിനകത്ത് കർത്താവ് വിളിക്കുമ്പോൾ ഷെയിം മാത്രമല്ല, സഫറിംഗ് മാത്രമല്ല, പെയിൻ മാത്രമല്ല, ഡെത്ത് ഈസ് ഇൻവോൾവ്. ഹി ഈസ് കോളിംഗ് us to die. Praise the Lord. എന്താണ് ഈ മരണം? ശാരീരിക മരണത്തെക്കുറിച്ച് നമുക്ക് അറിയാം. ശാരീരിക മരണം ഇതിനകത്ത് ഉണ്ട്. എന്നാൽ ലൂക്കോസ് മാത്രം പറയുന്ന ഒരു ചെറിയ വാക്കുണ്ട്. തന്നെത്താൻ നിഷേധിച്ച് നാൾ തോറുമെന്ന് പറയുന്ന വാക്ക്. അത് ലൂക്ക് മാത്രമേ പറയുന്നുള്ളൂ. നാൾ തോറും തൻ്റെ ക്രൂശെടുത്ത് തന്നെ, നാൾ തോറും, ഡെയിലി. അപ്പൊ അക്ഷരിക മരണമല്ല പ്രൈമറി ആപ്ലിക്കേഷൻ. കാരണം അക്ഷരിക മരണം വന്ന ഇന്നലെ ഞാൻ മരിച്ചായിരുന്നു, ഇന്ന് എനിക്ക് ഇവിടെ വരാൻ ഒക്കത്തില്ല, ഇന്ന് ഞാൻ മരിച്ചാൽ നാളെ മരിക്കാനും ഒക്കത്തില്ല, എല്ലാ ദിവസവും മരിക്കണം. അപ്പൊ ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ തന്നെത്താൻ നിഷേധിക്കുന്നത് തന്നെ മരണമാണ്. എന്ന് പറഞ്ഞാൽ ദൈവഹിതം എനിക്ക് മനസ്സിലായി. എൻ്റെ അകത്ത് എനിക്ക് കുറെ ഇഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടത്തിന് വിപരീതമായി ദൈവഹിതം നിൽക്കുമ്പോൾ എൻ്റെ ഇഷ്ടത്തിന് ഞാൻ മരിക്കുക. അതാണ് ക്രൂശ്. പക്ഷേ അത് ഡെയിലി ചെയ്യുന്ന ആളിന് അക്ഷരിക ഭൗതിക മരണം ഉണ്ടാകാം. ഞാൻ സിമ്പിളായിട്ട് അതിനൊരു ഇല്ലസ്ട്രേഷൻ പറഞ്ഞാൽ, എന്നെ കർത്താവ് ഒരു സുവിശേഷ വേലയ്ക്ക് ഒരു സ്ഥലത്തേക്ക് വിളിക്കുന്നു. അവിടെ ആര് എന്നാലും അവർ കൊല്ലും എന്നിരിക്കട്ടെ. അപ്പം എൻ്റെ അകത്തെ എൻ്റെ സെൽഫ് മാൻ, എൻ്റെ പഴയ മനുഷ്യൻ പറയുന്നു, വെറുതെ പണിയൊന്നുമില്ല, നീ ആരെയും സപ്പോർട്ട് ചെയ്താൽ മതി, നീ അവിടെ പോകുമൊന്നും വേണ്ട, കാരണം അവർ കൊല്ലും, നീ പ്ലാനിൽ ഇവിടെ നിന്ന് പ്രസംഗിച്ച് അങ്ങനെ അങ്ങ് പോയാൽ മതി. പക്ഷെ ഞാൻ അത് തരണം ചെയ്തു. ദൈവകൃപയിൽ ആശ്രയിച്ച് ആത്മാവിൻ്റെ ശക്തിയോടെ ഞാൻ പറഞ്ഞു, നോ, ഐ വിൽ ഗോ. എൻ്റെ കർത്താവിൻ്റെ ഇഷ്ടമാണ്, സോ ഐ ഡൈ. ആ കംഫോർട്ടിന് വേണ്ടി വിളിക്കുന്ന ആലോചനയ്ക്ക് ഞാൻ മരിക്കുന്നു. എന്നിട്ട് ഞാൻ അവിടെ പോയപ്പോൾ അവരെന്നെ തല്ലിക്കൊന്നു. സോ ഡെയിലി മരിക്കുന്ന അനുഭവത്തിൽ ചിലപ്പോൾ ചിലരെ അക്ഷരിക ഭൗതിക മരണത്തിലേക്ക് ദൈവം നയിച്ചു എന്ന് വരാം. അങ്ങനെ അവർക്ക് സംഭവിച്ചു എന്ന് വരാം. ഞാൻ എൻ്റെ വാക്കുകൾ തൽക്കാലം ഇവിടെ നിർത്തുക. എനിക്കറിയാം ഞാൻ കുറേ പോർഷനൂടെ വായിച്ചിരുന്നു. അനദർ ടൈം ലൂക്കോസ് 9:24 മുതലുള്ള എൻ്റെ ആശയം ഇത്രയേ ഉള്ളൂ. ദ കോസ്റ്റ് ഓഫ് നോട്ട് ഫോളോയിങ് ക്രൈസ്റ്റ്. കർത്താവിനെ അനുഗമിക്കാൻ കൊടുക്കേണ്ട വിലയാണ് തന്നെത്താൻ നിഷേധിച്ച് ക്രൂശ് എടുത്ത് അനുഗമിക്കുക. ഞാൻ ആ വില കൊടുക്കുന്നില്ലേൽ സ്വർഗത്തിൽ പോവില്ല. അതാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും മനസ്സിലാകുന്നെങ്കിൽ എന്നോട് പറയണേ. ആ അർത്ഥത്തിലാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ എന്നെക്കുറിച്ച് നാണം കെട്ടല്ലേ, പരസ്യമായിട്ട് എന്നെ ഏറ്റു പറയാൻ നിങ്ങൾക്ക് നാണം തോന്നിയല്ലേ, ഞാൻ നിങ്ങളെ ഓർത്ത് നാണം കെടും. അങ്ങനെ അവിടെ എഴുതിയിരിക്കുക. ഒരു മനുഷ്യൻ സർവ്വലോകം നേടിയാലും അവനെ തന്നെ നഷ്ടപ്പെടുത്തിയാൽ നമ്മളിത് അവിശ്വാസത്തോട് പറയും. ഒരു മനുഷ്യൻ സ്വർഗ്ഗലോകം നേടിയാലും അവനെ തന്നെ നിഷേധിച്ചാൽ, അതായത് നമ്മളെടുക്ക് ഈ ലോകം മുഴുവൻ വെട്ടിപ്പിടിച്ചിട്ട് ക്രൂശെടുത്ത് അനുഗമിക്കാൻ കഴിയത്തില്ലെങ്കിൽ എന്തു പ്രയോജനം? ചോദ്യത്തിന് നമ്മളാ ഉത്തരം പറയേണ്ടത്. ഒരു പ്രയോജനവും ഇല്ല. 9-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം. പിന്നെ അവൻ എല്ലാവരോടും പറഞ്ഞത്, എന്നെ അനുഗമിപ്പാൻ ഒരുത്തൻ ഇച്ഛിച്ചാൽ അനുഗമിപ്പാൻ ഒരുവൻ ഇച്ഛിച്ചാൽ എന്ന് പറഞ്ഞാൽ, ഇഫ് യു
desire to be my disciple. അവൻ തന്നെത്താൻ നിഷേധിച്ച്. തന്നെത്താൻ നിഷേധിക്കുക എന്ന് പറഞ്ഞാൽ എന്ത് നിഷേധിക്കണം? ഞാൻ എന്നെ തന്നെ നിഷേധിക്കണം എന്ന് പറഞ്ഞാൽ what do you mean? വചനവിരുദ്ധമായി കർത്താവിന് ഇഷ്ടമല്ലാത്ത എൻ്റെ അകത്തുള്ള സജഷൻസ് ആൻഡ് അംബിഷൻസ് ഐ ഡിനൈ, ഐ ഡൈ ടു ദാറ്റ്. നാൾ തോറും തന്റെ ക്രൂശ് എടുത്തും കൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. There is shame involved, pain, suffering, death, all involved. അതെടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കുക. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇതിനൊരു ഉത്തമ ഉദാഹരണം ആരാന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു തന്നെയാണ്. ഗത്സമന തോട്ടത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പറഞ്ഞതെന്താ? പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന്, എങ്കിലും എൻ്റെ ഇഷ്ടം നടക്കരുത്, അവിടുത്തെ ഇഷ്ടം നടക്കണം. അതാ ഞാൻ ഈ പറഞ്ഞത്. ഈ വചനങ്ങളെല്ലാം യേശു ജീവിച്ചതാ. വേറെ ഒരു വാക്ക്, ഞാൻ സ്വർഗത്തിൽ നിറങ്ങി വന്നിരിക്കുന്നത് എൻ്റെ ഇഷ്ടം ചെയ്യാനല്ല, പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ. അതാ കർത്താവ് നമ്മളോട് പറയുന്നത്. പത്രോസ് പറഞ്ഞു, ക്രൂശ്, അയ്യോ അങ്ങനൊന്നും വേണ്ട, മരിക്കുമെന്ന് വേണം. പത്രോസേ, എനിക്ക് മാത്രമല്ല, നിനക്ക് എൻ്റെ പിന്നാലെ വരണോ? നിനക്കും ഇതുണ്ട്. ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ നമ്മുടെ ആരുടെ ഇഷ്ടം നടക്കരുത്. നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ ഇഷ്ടം നടക്കരുത്. എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം, ലോർഡ്, നോട്ട് മൈ വിൽ, യോർ വിൽ ബി ഡൺ. ദാറ്റ് ഈസ് ട്രൂ ക്രിസ്ത്യാനിറ്റി.